യുഎസിലെ ഡാലസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബയോടെക്നോളജി കമ്പനിയാണ് കൊളോസൽ ബയോസയൻസസ്. വൂളി മാമത്ത്, ടാൻസാനിയൻ കടുവ, ഡോഡോ, ഡയർവൂൾഫ് തുടങ്ങിയ വംശനാശം സംഭവിച്ച ജീവികളെ തിരിച്ചുകൊണ്ടുവരാനാണ് 2021 സ്ഥാപിതമായ ഈ കമ്പനി ശ്രമിക്കുന്നത്. ഏതാണ്ട് 12,500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഡയർവൂൾഫുകളെയാണ് ഈയിടെ ബയോടെക്നോളജിയുടെ സഹായത്തോടെ പുനർസൃഷ്ടിച്ചിരിക്കുന്നത്. ഇതേ ഡയർവൂൾഫ് ആണ് ഈയിടെ ടൈം മാഗസിന്റെ കവർ പേജിൽ വന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ 2 ആൺ ഡയർവൂൾഫുകളും ജനുവരിയിൽ ഒരു പെൺ ഡയർവൂൾഫും ജനിച്ചു. റീമസ്, റോമുലസ്, കലീസി എന്നിങ്ങനെയാണ് ഇവയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഗെയിം ഓഫ് ത്രോൺസ് പരമ്പരയിലെ ഡയർ വൂൾഫുകൾ പ്രസിദ്ധമാണ്. ITV പരമ്പരയുടെ രചയിതാവ് RR മാർട്ടിനാണ് പേരുകൾ പ്രഖ്യാപിച്ചത്. ഇതിൽ പെൺ ഡയർ വൂൾഫിന് ഇട്ടിരിക്കുന്ന കലീസി എന്ന പേര് ഇതേ പരമ്പരയിലെ കഥാപാത്രത്തിന്റെ പേരാണ്. കൂടാതെ ആൺ ഡയർ വൂൾഫുകൾക്ക് ഇട്ടിരിക്കുന്ന പേര് റോമൻ പുരാണത്തിൽ റോം നഗരം സ്ഥാപിച്ച 2 ഇരട്ട സഹോദരങ്ങളുടേതാണ്. റോമുലസ്, റീമസ് എന്നാണ് അവരുടെ പേരുകൾ. അവരെ വളർത്തിയത് ചെന്നായ ആണെന്നാണ് കഥ. ഡയർവൂൾഫിന്റെ 13,000 വർഷം പഴക്കമുള്ള പല്ല്, 72,500 വർഷം പഴക്കമുള്ള തലയോട്ടി എന്നിവയിൽ നിന്ന് DNA വേർതിരിച്ച് ജീന് എഡിറ്റിംഗ് നടത്തി ഗ്രേവൂൾഫ് എന്ന ഇനം ചെന്നായിയുടെ അണ്ഡത്തില് സന്നിവേശിപ്പിച്ചു. ഗ്രേവൂൾഫിന്റെ ജനിതക വസ്തുക്കള് ക്രിസ്പർ എന്ന ജനിതക എഡിറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 20 സ്ഥലങ്ങളില് മാറ്റം വരുത്തി ഡയർവൂൾഫിന്റെ പ്രത്യേകതകൾ പുനഃസൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെയുണ്ടാക്കിയ ഭ്രൂണം ഹൗണ്ട് വിഭാഗത്തിലെ നായകളുടെ ഗർഭപാത്രത്തില് നിക്ഷേപിച്ചാണ് 3 ഡയർവൂൾഫുകളെ സൃഷ്ടിച്ചത്. ഈയിടെ വൂളി മാമത്തിന്റെ രോമമുള്ള എലികളെ സൃഷ്ടിച്ചും കമ്പനി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഏതായാലും അധികം വൈകാതെ തന്നെ പല വംശനാശം വന്ന ജീവികളെയും ഇത്തരത്തിൽ കാണാൻ കഴിഞ്ഞേക്കാം.